ഹലോ ഗെയ്സ്, നാട്ടുവിശേഷങ്ങൾ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നാട്ടിൻപുറത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കൊയ്ത്തിയന്ത്രം കൊണ്ട് കൊയ്യുന്നത് കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. സംഭവം പൊളിയാണ് കേട്ടോ. ഈ വയലും കൃഷിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണല്ലോ ഫീൽ ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കൃഷിയൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മുടെ കർഷകരാണ് കേട്ടോ നമ്മുടെ ജീവൻ്റെ സ്രോതസ്സ് തന്നെ നിലനിർത്തി തരുന്നത്. അവരില്ലെങ്കിൽ ജീവനില്ല അല്ലേ. എൻ്റെ ഇവിടുത്തെ ഉപ്പിമ്മൊക്കെ കർഷകരാണ് കേട്ടോ. ഒരു പല കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ നെൽകൃഷി ഇല്ല കേട്ടോ. ഇത് ഈ കൊയ്ത്തിയന്ത്രമൊക്കെ ഉപയോഗിച്ച് കൊയ്യുന്നത് കാണുമ്പോഴേ ഒരു 15-16 വർഷമൊക്കെ പുറകോട്ട് ഇങ്ങനെ എത്തിപ്പെടും കേട്ടോ. അന്നൊക്കെ എൻ്റെ ബാല്യകാലം ഓർക്കുമ്പോൾ മനസ്സിന് ഒരുപാട് ഓർമ്മകൾ ഓടിയെത്തും കേട്ടോ. എൻ്റെ വല്യമാമൻ ഞങ്ങളുടെ നാട്ടിൽ പേര് കേട്ടൊരു കർഷകനായിരുന്നു കേട്ടോ. ഇന്ന് അദ്ദേഹം ഇല്ല. അത് ഓർക്കുമ്പോൾ മനസ്സിൽ ഭ്രാന്തമാവട്ടോ. പിന്നീട് ഒരു ദൈർഘ്യം നിറഞ്ഞ ചിന്ത ഞാൻ മറന്നു വേദനിക്കും. മരണം എല്ലാവരും എത്തുന്ന ഒരു അതിഥിയാണല്ലോ. മാമനൊന്ന് നെല്ലും വായും മരിച്ചിനി അങ്ങനെ പലതും കൃഷി ചെയ്തിരുന്നു കേട്ടോ. അന്ന് ഈ വയലിൽ കൊയ്യുന്നൊരു സമയമുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ പല ഓർമ്മകളും ഓടിയെത്തിട്ടോ. ആളുകളൊക്കെ വിളിച്ചായിരുന്നു കേട്ടോ അന്നത്തെ കൊയ്ത്ത്. ഒരുപാട് സ്ത്രീകളെ അരിവാള് കൊണ്ട് വന്ന് നെല്ലായിരുന്നത്. നെല്ലിങ്ങനെ അരിഞ്ഞ് ചെറിയ ചെറിയ കെട്ടുകളായിട്ട് വെക്കും കേട്ടോ. ശേഷം അതെല്ലാം ഒരുമിച്ചിട്ടൊരു പായൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കും. എന്നിട്ട് പല ഇടങ്ങളിലായിട്ട് പാറയിൽ തല്ലിയിട്ട് ഇങ്ങനെ കതിര് കൊയ്യുന്നത് കാണാം കേട്ടോ. അതൊക്കെ കാണാനൊരു വല്ലാത്ത രസം തന്നെയായിരുന്നു കേട്ടോ. അന്നത്തെ ഈ ചേറുണ്ടല്ലോ, ഈ പാടത്തെ ചേറിൻ്റെ കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിയത്. മധുരമായിട്ട് ഓർക്കുന്ന തമാശ ഞാൻ പറഞ്ഞിട്ടേക്ക്. എൻ്റെ വല്യക്കാക്ക് ഒരു മീൻപിടുത്ത ഭ്രാന്തനായിരുന്നു കേട്ടോ. ഓൻ എൻ്റെ അടുത്തൊരു തൂക്കും തരും. ഓൻ്റെ കയ്യിലൊരു ഷാളുണ്ടാവും. ഷാൾ എന്തിനാന്ന് മീൻ ഇങ്ങനെ കോരാൻ. പിന്നെ ഒരു ചൂണ്ടലുണ്ടാവും. ഈ പാടം കൊയ്യുന്ന സമയത്ത് മീൻപിടുത്തം വല്ലാത്തൊരു ആരായിരുന്നു. ഒരുപാട് ചെറുമീനുകൾ കിട്ടും കേട്ടോ. അന്നിൻ്റെ വിചാരം ഈ പാടത്ത് കാണുന്നതൊക്കെ മീനുകളായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തൂക്കിൻ്റെ ഒരു കൊട്ടി വെക്കാൻ വേറൊരു ബക്കറ്റിൽ ഇങ്ങനെ ഒഴിക്കും. അപ്പോഴല്ലേ രസം. ഞാൻ ഒരുപാട് ചേറ്റുപാമ്പുകളുണ്ടാവും. അറ്റങ്ങളും പിടിച്ചുങ്ങാണ്ട് ഈ ഊട്ടിക്ക് തൂക്കിട്ടിട്ടുണ്ടാവും. എൻ്റെ വിചാരത്തൊക്കെ മഞ്ഞിലാന്നാണ്. എനിക്കാക്കുവാണെങ്കിൽ എൻ്റെ വല്യക്കാക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞിനെ വീട്ടിൽ പിടിച്ചോണ്ടും. എൻ്റെ വിചാരം ഇതൊക്കെ ഇവിടുന്ന് കിട്ടണമെന്നാണ്. അപ്പം ഞാൻ ആ ചേറ്റുപാമ്പുകളൊക്കെ പിടിച്ചുങ്ങാണ്ട് ഈ തൂക്കിട്ട് കിട്ടും. ഒരു പേരേന്ന് ഇങ്ങനെ കിട്ടുമ്പോഴേക്കാറ് ഒരുപാട് പാമ്പ് ഇതിനകത്ത്. എന്നറിയില്ല. ഒരുപാട് കൊക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കൊക്കുകളൊക്കെ കാണാൻ നല്ല രസം. ഈ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടല്ലോ. അപ്പം അന്ന് മനുഷ്യന്മാർ എടുത്ത് ഉണ്ടാകുക അന്ന് ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എടുക്കും. അതൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കും. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അന്നൊക്കെ ഈ മനുഷ്യർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഭക്ഷണം കഴിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവല്ലോ. അപ്പം അതൊക്കെ അന്നൊക്കെ ഈ ഇലപ്പൊതിയിലായിരുന്നു ഭക്ഷണം. എന്നിട്ട് മാമൻ്റെ ഭക്ഷണത്തിൽ കഴിക്കാൻ അങ്ങോട്ടും കാത്തിരുന്നു. അതൊക്കെ ഒരു വല്ലാത്ത രസം കേട്ടോ. അന്നത്തെ കാലങ്ങൾ ഇങ്ങനെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഏതായാലും അന്നതൊക്കെ ഒരു കാലം തന്നെയാണല്ലോ അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടെപ്പിറപ്പുകളും എൻ്റെ ജീവനാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ് കേട്ടോ. പല യാത്രകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെയൊക്കെ തന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ നിർത്തിയിട്ടേ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് കുറച്ചും കൂടി അറിവുകൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.